ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എലഞ്ഞിക്കൽ അമ്പലത്തിൽ റിമിട്ടോമിയുടെ ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഒത്തിരി ദിവസമായി, എത്ര തീയതി എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്യാതെ ഇട്ടേക്കുമായിരുന്നു. പക്ഷേ ഇവരുടെ പാട്ടുകൾ എനിക്ക് കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് അടിക്കുന്നതെന്നുള്ള വിഷമം കൊണ്ട് ഞാൻ ഇടാതിരുന്നതാണ്. അപ്പോൾ അത് എന്തായാലും നമുക്ക് വോയിസ് ഇട്ടങ്ങ് ഇടാമെന്നായിരുന്നു. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ അടിപൊളി ഗംഭീര ഗാനമേളയായിരുന്നേ. അപ്പം 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. 7:30 എന്തായാലും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ സമയത്തേക്കാണ് നമ്മളെത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ 5 ഒക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് നീ വന്നിട്ട് തുടങ്ങുമ്പോൾ ഞങ്ങളെ ഒന്ന് വിളിക്കണേ, അവൾക്ക് അടുത്താണല്ലോ വരാനും. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ വിളിച്ചു. പക്ഷേ ഇത്രയും തിരക്കിനിടയ്ക്ക് ഞങ്ങൾ അവളെ കണ്ടതേ ഇല്ല കേട്ടോ. റിമി ടോമി ആദ്യമേ ഡയലോഗ് അടിച്ച് നമ്മുടെ കൊല്ലംകാരെ മൊത്തം അങ്ങ് വളച്ച് കയ്യിലാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ സംസാരം അതിലാണ് വീണു പോകുന്നത്. എല്ലാവരും നല്ല കോമഡി ആയിട്ടാണ് സംസാരിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. പാട്ടുകളാണെങ്കിൽ ഒരു രക്ഷയില്ല. അവരുടെ ടീമിൽ കുറേ പേരുണ്ടെങ്കിലും കൗശിക് എന്ന് പറഞ്ഞ ഐഡിയ സ്റ്റാർ സിംഗറിലെ ഒരു ചെറുക്കനും ഈ റിമി ടോമിയാണ് കേട്ടോ ഏറ്റവും നല്ലതായിട്ട് പാട്ട് പാടിയത്. എനിക്കിഷ്ടപ്പെട്ടത്, എൻ്റെ അഭിപ്രായമാണ്, വേറെ ആരും പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഇത്രയും ഒരു പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 5 ഡ്രസ്സെങ്കിലും റിമി ടോമി മാറിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്തേക്ക് കൂടെ തന്നെ നമ്മുടെ ഡാൻസ് ട്രൂപ്പും ആ ഡാൻസുകാർ കളിക്കുന്ന പോലെ തന്നെ റിമി ടോമിയും കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലതായിട്ട് കളിച്ചത്. നമ്മുടെ ഈ കൊല്ലത്ത് തന്നെ ഒരു 10 പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അതിനകത്തിൽ എത്ര പേര് ഞാൻ എൻ്റെ പ്രോഗ്രാം നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കേട്ടോ. ഈ ഒരു പാട്ടുകൾ തന്നെയാണെന്ന് തോന്നുന്നു എല്ലായിടത്തും പാടുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പുകളും എല്ലാം കാണാപ്പാടമാണ്. അവരുടെ കൂടെ നിന്ന് എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഓഡിയൻസിൻ്റെ ഇടയ്ക്കോട്ടും എല്ലാം ഇറങ്ങി വന്ന് നല്ലതായിട്ട് മിങ്കിൾ ചെയ്തിട്ടാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതും എല്ലാം. നമ്മളാണെങ്കിൽ ഗാനമേളകളൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ഇഷ്ടപ്പെടാത്ത പാട്ടുകളൊക്കെ വരുമ്പോൾ ഒരു ഉഷാറില്ലാതെ തോന്നുമ്പോൾ നമുക്ക് വീട്ടിൽ വരാൻ തോന്നത്തില്ലേ? ഇതങ്ങനെ ഒരു തോന്നലേ നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് അവിടെ പിടിച്ച് നിർത്തും നമ്മളെ. നമുക്കത് കേട്ടോണ്ട് നിൽക്കാൻ തോന്നും കേട്ടോ. ഞങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു. ശ്രീമോൻ എൻ്റെ കയ്യിൽ, ഏട്ടൻ്റെ കയ്യിൽ കാശി. അപ്പോൾ നമ്മൾ എത്ര സമയം നമുക്ക് അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും? കാശിക്കാണെങ്കിൽ താഴെ നിൽക്കുന്നതുകൊണ്ട് ജനങ്ങൾ ഇത്രയും ഉള്ളതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഏട്ടൻ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങളങ്ങ് കുഴഞ്ഞിട്ടുണ്ട്. മാറിയും തിരിഞ്ഞു എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കുറച്ച് സമയം കാശി നിന്നപ്പോഴത്തേക്ക് ഏട്ടൻ്റെ കയ്യിലോട്ട് ഞാൻ ശ്രീമോനെ കൊടുത്തെങ്കിലും എനിക്ക് കാശി എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളങ്ങ് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. എത്ര സമയം നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും? അതുകൊണ്ട് ഞങ്ങൾ തീരുന്നതിന് മുമ്പ് അങ്ങ് പോയി. എനിക്ക് ഒട്ടും മനസ്സില്ലാതെ ഞാൻ പോയത് കേട്ടോ. ലേഹമ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഈ ഗാനമേള കേൾക്കാൻ പോകാനായിട്ട്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അടുത്ത് നിന്ന് എടുത്തവരുടെ ഞാൻ വാങ്ങിച്ചാണ്. നമ്മൾ കുറച്ച് ബാക്കിലായിരുന്നു. എങ്കിലും നല്ല അടിപൊളി ഗാനമേളയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.